ഹലോ, നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുവരേക്കും ഒരു സ്റ്റാർട്ടർ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചത്. ഞാൻ വീട്ടിൽ എപ്പോൾ ഉണ്ടാക്കിയാലും 100-ന് 100 മാർക്ക് കിട്ടുന്ന ഈ ഡിഷ് നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. ഇനി താമസിക്കേണ്ട നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. അതിനെ ജസ്റ്റ് ഒരു 15 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഒരു കുരുമുളക് പൊടിച്ചത് വേണം കേട്ടോ, തരിതരപ്പായിട്ട് പൊടിച്ചത് മതിയാകും. അത് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഡ്രാഗൺ ചിക്കൻ ആകുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്യുന്നത് കുറച്ച് നീളത്തിൽ സ്ലൈസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാകുന്നത്. അപ്പോൾ എനിക്കിന്ന് കിട്ടിയ ചിക്കൻ ഇത്തിരി കട്ടി കുറച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ പീസ് എനിക്ക് കിട്ടിയുള്ളൂ. കുറച്ചുകൂടെ നീളമാവാം കേട്ടോ. അപ്പോൾ ബോൺലെസ് പീസാണ് നല്ലത്. ഇനി ഇതിന് വേണ്ടുന്ന ഒരു ബാറ്റർ കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അതിന് 3 ടേബിൾ സ്പൂൺ മൈദയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അതുപോലെ തന്നെ നമുക്ക് അതിനും കുറച്ച് പെപ്പർ പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ പെപ്പർ പൗഡർ വേണ്ടി വരും. ഇനി ഞാൻ ഒരു മുട്ടയാണ് ചേർക്കുന്നത്. ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനും കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട് കേട്ടോ, ഉപ്പ് ഇടാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് റെഡിയാക്കണം. ഇതുപോലെ. അപ്പോൾ ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ, സോസൊക്കെ ചേർന്ന ഒരു ഐറ്റമായിട്ട് നമ്മൾ ഉപ്പ് ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇടാം. ഇതുപോലെ ആയിരിക്കണം. ഇനി ഇതിലോട്ട് നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. ഒരു 20 മിനിറ്റ് കുറഞ്ഞത് ഇതിൽ ഡിപ്പ് ചെയ്ത് നമുക്കിത് വെച്ചേക്കണം. എന്നാൽ മാത്രമേ ഈ മസാല നന്നായിട്ട് അതിൽ പിടിച്ചു വരികയുള്ളൂ. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ വേണ്ട കേട്ടോ. ഇൻഡോ ചൈനീസ് ഐറ്റംസ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും സൺഫ്ലവർ ഓയിൽ തന്നെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കും മാവിൻ്റെയൊക്കെ ഇതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാകും മൊരിഞ്ഞ് വരാനായിട്ട്. നന്നായിട്ടൊന്ന് വറുത്ത് കോരാം. നേരത്തെ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചിക്കൻ. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 സ്റ്റെപ്പായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ വറുത്ത് കോരുന്നത്. നമ്മൾ ചില്ലി ചിക്കൻ ചെയ്യുന്നത് ഏകദേശം അതുപോലെ തന്നെ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഇതിന്. ഇനി അടുത്ത സ്റ്റെപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതിന് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 12 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ പച്ചമുളക് മതിയാകും. പക്ഷേ ഇങ്ങനത്തെ ഡ്രാഗൺ ചിക്കനൊക്കെ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. ഇനി ഞാൻ നേർപ്പിച്ച് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സവാള, ഇടത്തരം സവാള, അത് മതിയാകും. അതും ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇടുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അതൊരു 2 ടീസ്പൂണോ നമുക്ക് എരിവിന് ആവശ്യത്തിനിടാം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ വറ്റൽ മുളക് ഒരു 4-5 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും മതിയാകും. ഇനി ഞാൻ ക്യാപ്സിക്കം യെല്ലോ കളറും ഗ്രീൻ കളറും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്തു. റെഡ് കളർ കിട്ടുകയാണെങ്കിൽ അതും കൊള്ളാം. ഒന്നുമില്ലെങ്കിൽ ഒരു കളർ ക്യാപ്സിക്കം ആയാലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും കളർഫുൾ ആകട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഇടുകയാണ് ഞാൻ. ഒരു 10-15 കാഷ്യൂനട്ട് ഞാൻ എണ്ണയിലൊന്ന് വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തത്. ഇനി വേണ്ടത് ചില്ലി സോസാണ്. റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂണോളം വേണം, അത് മസ്റ്റായിട്ട് ഉണ്ടാവണം. അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഈ പറയുന്ന ഐറ്റംസിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. പിന്നെ ടൊമാറ്റോ സോസ്. ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ആയാലും യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും സോയാ സോസും ടൊമാറ്റോ സോസും മസ്റ്റായിട്ട് ഉണ്ടാകണം. പിന്നെ ഞാനൊരല്പം ഉപ്പിട്ട് കൊടുത്തു, എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നി. ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. ഇനി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്.
അതിന് മുന്നേറ്റ് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ വിനേഗർ ഒഴിച്ചാലും മതിയാകും. എന്നിട്ട് ആ കോൺഫ്ലോറിൻ്റെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതാണ് ആകെപ്പാടെയുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വെള്ളം അല്ലാതെ ഒഴിക്കേണ്ട കേട്ടോ. കോൺഫ്ലോർ ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ ഒരു ഇത്തിരി കട്ടിയൊക്കെ ഉണ്ടാകും. ഇനി നമുക്ക് ചിക്കൻ പീസസ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5-6 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് പെപ്പർ പൗഡറൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുറവായിട്ട് തോന്നുകയാണെങ്കിൽ പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ടച്ചിന് വേണ്ടിയിട്ട് ഞാൻ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. അതുപോലെ വെളുത്ത എള്ള്, ഇതൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കാണുന്നതാണ് ഇങ്ങനെയൊക്കെ അല്ലേ. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഒത്തൻറ്റിക് സ്റ്റൈലാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിലില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഉണ്ടായിട്ട് ഇട്ടുന്നേ ഉള്ളൂ. പേര് ഡ്രാഗൺ ആണെങ്കിലും ഇത് കഴിക്കാൻ പൊളിയാണ് കേട്ടോ, അപാര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുമല്ലോ അല്ലേ. ശരിക്കും ഒരു സ്റ്റാർട്ടർ റെസിപ്പി ആണെങ്കിലും നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെയോ ചപ്പാത്തിയുടെയോ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കില്ലല്ലോ. ഒത്തിരി റെസിപ്പീസ് പുതുതായിട്ട് വരുന്നുണ്ട്, എല്ലാം കാണാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ. ഇനി ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്, എല്ലാം കാണുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Till then, goodbye.